ജയനഗർ സാഗർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് വെള്ളിയാഴ്ച ജുമ്മക്കൊക്കെ ജനത്തിരക്കുള്ള ഒരു വലിയ പള്ളിന്റെയും മദ്രസിന്റെയും ഒക്കെ നേരെ ഫ്രണ്ടിലായിക്കോട്ടെ ഒരേ ഒരു അപ്പോയിന്റ്മെന്റ് ഷോപ്പാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ വീഡിയോ നമ്മൾ ഇട്ടത് റീൽസ് ഇട്ട് ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ വിളിച്ചവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഇവര് നേരിട്ട് സംസാരിച്ചു, ഡീലാക്കി. പിന്നീട് ഇവർ കോൺടാക്ട് ചെയ്തതിനു ശേഷം എന്നോട് വിളിച്ചതുമില്ല, ഞാൻ ഇവരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭാഷ അറിയില്ല. തൊട്ടടുത്ത സ്ട്രീറ്റാണെങ്കിൽ കുറച്ചൊക്കെ മലയാളം പിടിച്ചിക്കാം. പക്ഷെ ഈ സ്ട്രീറ്റിൽ ഹിന്ദി, ഉറുദു, കന്നഡ ഇതിൽ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയണം. എഗ്രിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മൾക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിക്കൊണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. കാരണം ഒരു പുതിയ ഷോപ്പ് എടുക്കുമ്പോൾ, ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെ വേണം, ഏതൊക്കെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, ഏതൊക്കെ രീതിയിലുള്ള ആളുകൾ എന്നുള്ള ചെറിയൊരു അവയർനെസ്സുകൾ ഷോപ്പ് എടുക്കുന്ന ആളുകൾ കൊടുക്കാറുണ്ട്. അബദ്ധത്തിലെടുത്താണെങ്കിലും ഷോപ്പ് എടുത്ത ആളുകൾ വാങ്ങിയ വിലക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അതായത് 5.5 ലക്ഷം റുപ്യക്ക് 12,000 റുപ്യ റെന്റ് 2-3 ദിവസം മുന്നോട്ട് എടുത്താൽ മതി. 25 റുപ്യയിൽ കച്ചവടം കുറയില്ല. അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. സ്റ്റോക്ക് ഇറക്കിയാൽ ഇനിയും കച്ചവടം കൂടും. അതിനൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് ഹിന്ദി, കന്നഡ, ഉറുദു. ഇതിലൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു ഐഡിയ വേണം. അങ്ങനത്തെ ഈ ഷോപ്പ് മുന്നോട്ട് പോകുള്ളൂ. കച്ചവടം ഗ്യാരണ്ടിയാണ്. വേറെ തുറകളോ പ്രശ്നങ്ങളോ കച്ചവടമൊന്നുമില്ല. ഭാഷയുടെ പ്രശ്നം മാത്രമാണുള്ളത്. ഭാഷ കുറച്ചൊക്കെ അറിയുന്ന ആളുകൾ, ഈ ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ആളുകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു മോഡലാണ്. ഹിന്ദിയോ കന്നഡയോ ഉറുദോ കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ ഒന്നും ആലോചിക്കാൻ പറ്റണ്ട നല്ല സാധനം. വേഗം കുറിച്ചോളി. താങ്ക് യു.